Hello, this is Python Malayalam. Python Malayalam മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മെനു ബാർസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ മുമ്പ് മെനു പരിചയപ്പെട്ടതാണ്. അല്പം കൂടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുകയാണ്. നമ്മുടെ ബേസിക് ഫ്രെയിംവർക്കാണ്. നമ്മൾ മുമ്പ് ഫയൽ മെനു, എഡിറ്റ് മെനു ഒക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടിരുന്നു. നമ്മൾ ആദ്യം മെനു ബാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സെൽഫ് ഡോട്ട് മെനു ബാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്യൂ വിഡ്ജറ്റിന് പകരം ക്യൂ മെയിൻ വിൻഡോ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് മെനു ബാർ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു ഫയൽ മെനു ആഡ് ചെയ്തിരുന്നു. ഫയൽ മെനു ഈക്വൽ ടു മെനു ബാർ ഡോട്ട് ആഡ്. നമ്മളെ മെനു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയാണ്. അതിലേക്ക് നമ്മളൊരു മെനു ആഡ് ചെയ്തു. ആ മെനുവിൻ്റെ പേരാണ് ഫയൽ. നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ എന്ന് കാണാം. സോ ഫയലിലേക്ക് നമ്മൾ എങ്ങനെയായിരുന്നു ആക്ഷൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എക്സാമ്പിൾ ഓപ്പൺ ആക്ഷൻ ഈക്വൽ ടു ക്യൂ ആക്ഷൻ. നമ്മൾ ഓപ്പൺ കൊടുത്തു, പിന്നെ സെൽഫ് ഒബ്ലിഗേറ്ററി ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു ആക്ഷൻ കൂടി ആഡ് ചെയ്യാം. റാപ്പ് ആക്ഷൻ ഈക്വൽ ടു സെയിം കോഡ് ഇവിടെ വേർഡ് റാപ്പ്. നമ്മുടെ നോട്ട് പാഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഇത് കണ്ടതാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാൻ കഴിയില്ല, കാരണം നമ്മൾ ഫയൽ മെനുവിൽ അതിന് ആഡ് ചെയ്തിട്ടില്ല. സോ ഫയൽ മെനു ഡോട്ട് ആഡ് ആക്ഷൻ ഈക്വൽ ടു ഓപ്പൺ ആക്ഷൻ, അതുപോലെ തന്നെ റാപ്പ് ആക്ഷൻ. സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നമുക്ക് രണ്ട് ആക്ഷൻസ് കാണാം. നമുക്കതിന് ഫങ്ഷനുകൾ കണക്ട് ചെയ്യാനും കഴിയും. നമ്മുടെ ഫയൽ മെനുകളിലൊക്കെ വീണ്ടും ഉള്ളിലൊരു മെനു ആയിട്ട് നിങ്ങൾക്ക് കാണാം. അഥവാ ഇതൊക്കെ ആക്ഷനാണ്, പക്ഷേ ഇവിടെ മറ്റൊരു മെനു ആണ് ഉള്ളിലുള്ളത്. ആ മെനുവിൻ്റെ ഉള്ളിലാണ് ആക്ഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതൊക്കെ ആക്ഷൻസ് ആണ്, പക്ഷേ ഇതിനുള്ളിലുള്ള ഇത് ആക്ഷനല്ല, ഇത് മറ്റൊരു മെനു ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഉദാഹരണത്തിന് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു മെനു നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ മെനു ഡോട്ട് ആഡ് മെനു സേവ് ആസ്. നമ്മളുടെ മെനു ബാറിൽ നമ്മൾ ആഡ് മെനു ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത പോലെ ഫയൽ മെനു തന്നെ നമ്മളൊരു മെനു ആഡ് ചെയ്തു. സേവ് ആസ് നമ്മളതിന് ടൈറ്റിൽ കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സേവ് ആസ് എന്ന് പറയുന്ന ഒരാളെ കാണാം. നമുക്കിനി ഇതിനുള്ളിലാണ് ആക്ഷൻസ് ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സിമ്പിൾ. എങ്ങനെ കൊടുക്കാം? ഉദാഹരണത്തിന് സേവ് ആക്ഷൻ ക്യൂ ആക്ഷൻ, എന്നിട്ട് സേവ് ആസ് ജെപെഗ് ഒരു ഓപ്ഷനാണ്. ഒബ്ലിഗേറ്ററി സെൽഫ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ആക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്, സേവ് ആസ് PNG. ഓക്കെ, ഇപ്പോൾ രണ്ട് ആക്ഷൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സേവ് ആസ് പറയുന്ന മെനുവിലേക്ക് ഈ രണ്ട് ആക്ഷൻ നമ്മൾ ആഡ് ചെയ്യും. എങ്ങനെ? സേവ് ആസ്, നമുക്ക് നേരത്തെ പരിചിതമായ അതേ വഴി തന്നെയാണ്. ആഡ് ആക്ഷൻ, സേവ് ആക്ഷൻ, ഓക്കെ, രണ്ട് ആക്ഷൻ നമ്മൾ ആഡ് ചെയ്തു. സോ ഇനി ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആസിനുള്ളിൽ നിങ്ങൾക്ക് രണ്ട് ആക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെനൂസിനുള്ളിൽ ഒരു സബ് മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ മുമ്പ് വേർഡ് നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ വേർഡ് റാപ്പിന് ഒരു ടിക്ക് മാർക്ക് നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ട്രൂ, ഫാൾസ്, ബൂളിയനും ഐക്കണൊക്കെ വെച്ചിട്ട് കുറച്ച് വളഞ്ഞ വഴിയിലൂടെയാണ് അത് ചെയ്തത്. നമ്മളത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ലാംഗ്വേജും ടെക്നിക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ ചെയ്തത്. നമുക്കതിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാം. അതായത് ഇത് നമ്മുടെ റാപ്പ് ആക്ഷനാണ്. അതിന് നമുക്ക് ടിക്ക് മാർക്ക് വരാം. ജസ്റ്റ് ചെക്കബിൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യുക, ട്രൂ കൊടുക്കുക, ചെക്കബിൾ. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ എടുത്ത് വേർഡ് റാപ്പ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് മാർക്ക് അവിടെ വരും. വീണ്ടും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ആ രൂപത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സിമ്പിൾ ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ റാപ്പ് ആക്ഷൻ ഡോട്ട് ഈസ് ചെക്ക്ഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം അത് ചെക്ക് ചെയ്തിട്ടില്ല, ഫാൾസ് ആണ്. സോ ഒരു മെനു ബാറിൽ ഒരു മെനുവും ആ മെനുവിനുള്ളിൽ മറ്റൊരു സബ് മെനുവും അതിലേക്ക് ആക്ഷൻ ആഡ് ചെയ്യുന്നതും ഒരു ആക്ഷനെ ചെക്കബിൾ ആക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പൈത്തൺ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.